ഷോപ്പ് വലുതും വിശാലവുമാണ് എന്ന് കരുതി വില വലുതല്ല കേട്ടോ. സെലക്ഷന്റെ കാര്യമോ ഒന്നും പറയുകയേ വേണ്ട. എല്ലാ ബ്രാൻഡഡ് കമ്പനികളുടെയും ഉൽപ്പന്നങ്ങൾ കമ്പനി നൽകുന്ന എല്ലാ ആനുകൂല്യങ്ങളോടെയും വിശ്വസിച്ച് വാങ്ങാം. സ്കൂൾ കോളേജ് ബാഗുകൾക്ക് മാത്രമായി എക്സ്ക്ലൂസീവ് ഷോറൂം. വിൽപ്പനാനന്തര സേവനങ്ങളിൽ ഉത്തര മലബാറിൽ മറ്റൊരു ഓപ്ഷനും ഇല്ല. ഇതൊക്കെ എവിടെയെന്നല്ലേ? ബാഗ് ബസാറിൽ. അല്ല പിന്നെ, ഉത്തര മലബാറിലെ ഏറ്റവും വലിയ ബാഗ് ഷോറൂം. ഒപ്പം റെയിൻ കോട്ടുകൾ, കുടകൾ, വാട്ടർ ബോട്ടിലുകൾ, ടിഫിൻ ബോക്സുകൾ തുടങ്ങി എല്ലാം ബാഗ് ബസാറിലുണ്ട്. 30 വർഷത്തിന്റെ പ്രൗഢ പാരമ്പര്യവുമായി പയ്യന്നൂരിൽ ഞങ്ങൾ ഈ അധ്യയന വർഷത്തെ വരവേൽക്കാൻ ഒരുങ്ങിക്കഴിഞ്ഞു. ഇല്ലാത്ത ഓഫറുകളുടെ ഓൺലൈൻ കെണിയിൽ കുരുങ്ങേണ്ട. നേരെ വേഗം ബാഗ് ബസാറിലേക്ക് വന്നോളൂ. ഇഷ്ടമുള്ള ബ്രാൻഡുകൾ മിതമായ നിരക്കിൽ തിരഞ്ഞെടുത്തോളൂ. ബാഗ് ബസാർ നിയർ ഹോട്ടൽ ടോപ്പ് സ്റ്റാർ, ഓൾഡ് ബസ് സ്റ്റാൻഡ്, മെയിൻ റോഡ്, പയ്യന്നൂർ. മൊബൈൽ 9895111161 and 9072702082. ബാഗ് ബസാർ, ബാലാജി ടവർ ഓപ്പോസിറ്റ് ഗ്രാൻഡ് തേജസ്, ന്യൂ ബസ് സ്റ്റാൻഡ്, പയ്യന്നൂർ. 9946747570. നമസ്കാരം. നവരാത്രിയുടെ ഈ പുണ്യദിനങ്ങളിൽ ആ പുണ്യം അങ്ങനെ തന്നെ അനുഭവവേദ്യമാകുന്ന ഒരു ക്ഷേത്ര സന്നിധിയിലേക്കാണ് ഈ നാട് എത്തി നിൽക്കുന്നത്. കരുവള്ളൂരിലെ പലിയേരി ശ്രീ മൂകാംബിക ക്ഷേത്ര സന്നിധിയിലാണ് എത്തിയിട്ടുള്ളത്. ആ ക്ഷേത്ര കാഴ്ചകളിലേക്ക്. കാനനവശ്യത ഏറിയൊരു ക്ഷേത്രമാണിത്. നമ്മൾ ഈ മതിൽക്കെട്ടിനകത്ത് കയറുമ്പോൾ തന്നെ, പടിക്കെട്ടുകൾ ഇറങ്ങി വരുമ്പോൾ തന്നെ വലതുഭാഗത്തായി നമുക്ക് ഒരു പലിയേരി എഴുത്തച്ഛൻ്റെ ഒരു സാന്നിധ്യമുള്ള ഒരിടം കാണാൻ സാധിക്കും. നിലവിളക്ക് കൊളുത്തി വച്ചിരിക്കുന്നതായും നമുക്ക് കാണാൻ സാധിക്കും. ഇവിടെയാണ് ഈ ക്ഷേത്രം ഇന്ന് കാണുന്ന രീതിയിലൊക്കെയും ഇവിടെ പ്രതിഷ്ഠ നടത്തി ദേവീ സാന്നിധ്യം ഇവിടെ എത്തിച്ച പലിയേരി എഴുത്തച്ഛൻ്റെ ഒരു സാന്നിധ്യം കണക്കാക്കുന്നത്. പലിയേരി എഴുത്തച്ഛൻ്റെ വലിയൊരു ഐതിഹ്യ കഥ പറയാനുണ്ട്. അത്തരത്തിൽ ഒട്ടേറെ ഐതിഹ്യ കഥകൾ കൊണ്ട് സമ്പന്നമാണ് ഈ ക്ഷേത്രം. ഈ പലിയേരി മൂകാംബിക ക്ഷേത്രത്തിൽ എത്തി തൊഴുമ്പോൾ നമുക്ക് സാക്ഷാൽ കൊല്ലൂർ മൂകാംബിക ക്ഷേത്രത്തിൽ പോയി തൊഴുന്ന അതേ പുണ്യം തന്നെയാണ് ലഭിക്കുന്നത്. അവിടുത്തെ അതേ ദേവി സങ്കല്പം തന്നെയാണ് ഈ ക്ഷേത്രത്തിലുമുള്ളത്. പലിയേരി എഴുത്തച്ഛൻ്റെ ഒരു കഥ ഞാൻ പറഞ്ഞു കഴിഞ്ഞു. അദ്ദേഹത്തിനൊപ്പം ഈ ക്ഷേത്രത്തിലേക്ക്, അല്ലെങ്കിൽ ഈ ക്ഷേത്ര ഭൂമിയിലേക്ക് കൊല്ലൂർ മൂകാംബികയിൽ നിന്നും ദേവി എഴുന്നള്ളി എന്നാണ് ഐതിഹ്യ കഥ പറയുന്നത്. അത്തരത്തിൽ അതേ ദേവി സങ്കല്പവും അവിടുത്തെ എല്ലാ ചടങ്ങുകളും, കനകവർഷം നമുക്കറിയാം കൊല്ലൂർ മൂകാംബിക ക്ഷേത്രത്തിൽ മാത്രം നടക്കുന്ന ഒരു ചടങ്ങാണ്. പക്ഷേ മഹാനവമി ദിവസം ഈ ക്ഷേത്രത്തിലും കനകവർഷം നടക്കാറുണ്ട്. ഇവിടുത്തെ പ്രധാന പൂജാരിയോ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പ്രതിനിധിയോ ഇത്തരത്തിൽ നാണയത്തൊട്ടുകൾ ജനസാഗരത്തിന് നേർക്ക് എറിഞ്ഞു നൽകുന്നതും അവ പിടിച്ചു വാങ്ങി തങ്ങളുടെ ഒരു വർഷക്കാലത്തെ സമ്പൽ സമൃദ്ധിക്കായി വീടുകളിലേക്ക് കൊണ്ടുപോവുകയും ഒക്കെ ചെയ്യുന്ന ഏറ്റവും മനോഹരമായ ഒരു കാഴ്ചയ്ക്കൊക്കെ ഈ ക്ഷേത്രഭൂമി സാക്ഷ്യം വഹിക്കാറുണ്ട്. അത്തരത്തിൽ കൃത്യമായ ചടങ്ങുകളും കൃത്യമായ ദേവീ സങ്കല്പവും ഒക്കെയും കൊല്ലൂർ മൂകാംബിക ക്ഷേത്രത്തിലേത് തന്നെയാണ് ഇവിടെ എന്നതുകൊണ്ട് കൊല്ലൂർ മൂകാംബിക ക്ഷേത്രത്തിൽ പോയി പ്രാർത്ഥന നടത്തുന്ന അതേ ഐശ്വര്യവും അതേ പുണ്യവും തന്നെയാണ് ഈ ക്ഷേത്രത്തിലെത്തി പ്രാർത്ഥന നടത്തുമ്പോഴും ഭക്തർക്ക് ലഭിക്കുന്നത്.
പലിയേരി മൂകാംബിക ക്ഷേത്രം 1995 ഇത് പൊതുവെ നശിച്ചുകൊണ്ടിരിക്കുന്നൊരവസ്ഥയിലേക്കുണ്ടായിരുന്നു. ആ അവസ്ഥയിൽ കുറേ ചെറുപ്പക്കാരായിട്ടുള്ള എന്നെപ്പോലെയുള്ള ആളുകൾ വരികയും അതിൻ്റെ പേരിൽ ഒരു 1995 195/97 എന്ന രജിസ്ട്രേഷൻ നമ്പറിൽ ഒരു സംരക്ഷണ സമിതി രൂപീകരിക്കുകയും അതിൻ്റെ പ്രവർത്തനങ്ങൾ കൊണ്ടുപോവുകയാണ് ചെയ്തിരുന്നത്. ഇങ്ങനെ വരുമ്പോൾ ഇതിപ്പോൾ അന്ന് ഞങ്ങൾ ഇത് ഏറ്റെടുക്കുമ്പോൾ ഇത്രത്തോളം ഇതിൻ്റെ വലിപ്പം കിട്ടും എന്നുള്ളൊരു പ്രതീക്ഷ ഞങ്ങൾക്ക് ഉണ്ടായിരുന്നില്ല. കാലാന്തരത്തിൽ ഇത് വലിയൊരു മാറ്റം ഈ അമ്പലത്തിന് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ അനേകായിരങ്ങൾ പങ്കെടുക്കുന്ന നവരാത്രി ആഘോഷങ്ങളും അതുപോലെയുള്ള കാര്യങ്ങൾ നടന്നു പോവുകയാണ്. നൂറ്റാണ്ടുകൾക്ക് മുൻപ് പലിയേരി തറവാട്ടിൽ ഒരു ആൺകുട്ടി ജനിക്കുന്നു. വളരെ വ്യത്യസ്തനായി തന്നെയായിരുന്നു ആ ബാലൻ വളർന്നു വരുന്നത്. ചുറ്റുമുള്ള എല്ലാത്തിനോടും വലിയ അലിവുണ്ടായിരുന്ന, ജീവജാലങ്ങളോട് പോലും വലിയ കരുണയുണ്ടായിരുന്ന ഒരു ബാലൻ. പ്രാഥമിക വിദ്യാഭ്യാസത്തിനൊക്കെ ശേഷം കാർഷിക വൃത്തിയിലാണ് അദ്ദേഹം ഏർപ്പെടുന്നത്. പക്ഷെ നിലമുഴുമ്പോൾ പോലും മൂരികളെ അടിച്ച് നടത്താനൊന്നും അദ്ദേഹം മെനക്കെട്ടില്ല. അതുകൊണ്ട് തന്നെ കാരണവന്മാർ എപ്പോഴും അദ്ദേഹത്തെ ശകാരിക്കുമായിരുന്നു. കണ്ടം മുറിയുന്നില്ല, ഇത്തരത്തിലല്ല കാളപൂട്ടേണ്ടത് എന്നൊക്കെ അദ്ദേഹത്തെ ശകാരിക്കുമായിരുന്നു. എന്നാൽ ഈ കാളക്കുട്ടന്മാരെ അല്ലെങ്കിൽ മൂരികളെ അടിക്കാൻ അദ്ദേഹത്തിന് ഒരുക്കമായിരുന്നില്ല. അങ്ങനെയിരിക്കെ കാരണവന്മാർ പറഞ്ഞു, മൂരിക്കല്ല അടികൊള്ളേണ്ടത്, നിനക്കാണ് അടികൊള്ളേണ്ടത് എന്ന് പറഞ്ഞു അദ്ദേഹത്തെ പൊതിരെ തല്ലി എന്നാണ് പറയുന്നത്. അതിൽ മനംനൊന്ത് വേദന തോന്നി അദ്ദേഹം ഈ നാട് തന്നെ ഉപേക്ഷിച്ച് പോവുകയാണ്. പിന്നീട് വർഷങ്ങൾക്ക് ശേഷം ഒരു 40 വർഷത്തോളം കഴിഞ്ഞാണ് ഇദ്ദേഹത്തിനെ വീട്ടുകാർ വീണ്ടും കാണുന്നത്. അപ്പോഴേക്കും വലിയ വൈദ്യനും ജ്യോതിഷ പണ്ഡിതനും ഒക്കെയായി ഇദ്ദേഹം മാറിക്കഴിഞ്ഞിരുന്നു. അങ്ങനെയാണ് പലിയേരി എഴുത്തച്ഛനായി മാറുന്നത്. അതിനുശേഷം ഈ പലിയേരി തറവാട്ടിൽ പെൺകുഞ്ഞുങ്ങളില്ലാത്തത് വലിയൊരു വേദന തന്നെയായിരുന്നു. കാരണം അന്നത്തെ കാലത്തൊക്കെ താവഴി പരമ്പര ഒക്കെ ഉള്ള ഒരു കാലമായിരുന്നു. അതുകൊണ്ട് പെൺകുഞ്ഞുങ്ങളില്ല എങ്കിൽ ആ വംശം അറ്റുപോയി എന്നുള്ള ഒരു വിഷമത്തിലിരിക്കുന്ന ഒരു കാലമായിരുന്നു. കൊല്ലൂർ മൂകാംബിക ക്ഷേത്രത്തിലെത്തി ഈ വേദന ഉണർത്തിക്കാനായി പലിയേരി എഴുത്തച്ഛൻ പോകുന്നു. അന്ന് കൊല്ലൂർ മൂകാംബിക ക്ഷേത്രത്തിലേക്കൊക്കെ പോകുക എന്ന് പറഞ്ഞാൽ ചെറിയൊരു കാര്യമേ ആയിരുന്നില്ല. കാരണം മൈലുകളോളം നടന്നു പോകേണ്ടതുണ്ട്. കൂടാതെ കാട്ടുമൃഗങ്ങളോടൊക്കെയും പടവെട്ടി തന്നെ ആയിരിക്കും ആ യാത്ര ഉണ്ടാവുക. പുഴ മുറിച്ച് കടക്കേണ്ടി വരും, തോട് കടന്നു പോകേണ്ടി വരും. അത്തരത്തിൽ വലിയൊരു യാത്ര നടത്തി അദ്ദേഹം ദേവിയെ കണ്ട് ദേവിയോട് വിഷമങ്ങളൊക്കെ ഉണർത്തിച്ച് പ്രാർത്ഥന നടത്തുകയും ഒക്കെ ചെയ്തു എന്നാണ് പറയപ്പെടുന്നത്. അങ്ങനെ പ്രാർത്ഥന നടത്തിയതിനു ശേഷം വീണ്ടും തൻ്റെ തറവാട്ടിലേക്ക് തന്നെ അദ്ദേഹം മടങ്ങി വരികയാണ്. ഈ കണ്ട ദൂരങ്ങളൊക്കെയും അദ്ദേഹം വീണ്ടും താണ്ടുകയാണ്. ചെറുവത്തൂരെത്തി അവിടെ കമ്പിക്കാനം തറവാട്ടിലാണ് അദ്ദേഹം വിശ്രമിക്കുന്നത്. അന്ന് രാത്രി അവിടെ നിന്ന് തന്നെ ഭക്ഷണം കഴിക്കുന്നു. ഇലയിട്ട് ഭക്ഷണം വിളമ്പിയതിന് ശേഷം അവിടുത്തെ ഒരു പെൺകുഞ്ഞ്, വളരെ കുസൃതിക്കാരിയായിരുന്ന ആ കുഞ്ഞ് ഇദ്ദേഹത്തിൻ്റെ ഇലയിൽ നിന്ന് തന്നെ ഭക്ഷണം വാരി കഴിച്ചു എന്നാണ് പറയുന്നത്. അന്നത്തെ കാലത്ത് ഇത്തരം കാര്യങ്ങളൊക്കെ, കാരണം ദേശാന്തരങ്ങളുടെ വ്യത്യാസമുള്ള ഒരു വ്യക്തിയുടെ ഇലയിൽ നിന്ന് ഭക്ഷണം വാരി കഴിക്കുന്നതൊക്കെ ഭ്രഷ്ട് കൽപ്പിക്കാവുന്ന തെറ്റായി മാറാറുണ്ട്. അങ്ങനെ ആ കുഞ്ഞിനെ ആ വീട്ടിൽ നിന്ന് ഭ്രഷ്ട് കൽപ്പിക്കുകയാണ്. പെൺകുഞ്ഞുങ്ങളില്ലാത്ത ഈ ഒരു പലിയേരി തറവാട്ടിന് ദേവി തന്ന ഒരു പുണ്യമായി കരുതി ആ കുഞ്ഞിനെ ദത്തെടുക്കുകയായിരുന്നു അദ്ദേഹം ചെയ്തത്. അങ്ങനെ കുഞ്ഞിനെയും ഒരു ഓലക്കുടയും ഒക്കെയായി വീണ്ടും ഈ തറവാട്ടിൽ നിന്നും പലിയേരിയിലേക്ക് തന്നെ എഴുത്തച്ഛൻ നടന്നു വരികയായിരുന്നു. അങ്ങനെ ഇവിടെ എത്തിയപ്പോൾ ഈ ക്ഷേത്രത്തിന് തൊട്ടു പിറകിലായി, നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞു കഴിഞ്ഞു, കൊല്ലൂർ മൂകാംബിക ക്ഷേത്രത്തിൻ്റെ ഒരു ചെറു പതിപ്പ് തന്നെയാണ് ഈ ക്ഷേത്രം എന്ന്. അപ്പോൾ ഇതിന് തൊട്ടു പിറകിലായി ഒഴുകുന്ന ഒരു തോടുണ്ട്. സൗപർണികയ്ക്ക് സമാനമാണ് ഈ തോട് എന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. ആ തോട്ടിൽ ഇറങ്ങി കുളിക്കുകയും ഒക്കെ ചെയ്യാനായി ഓലക്കുടയും അതുപോലെ കുഞ്ഞിനെയും ഒക്കെ കരയിലിരുത്തിയതിന് ശേഷം അദ്ദേഹം വെള്ളത്തിലിറങ്ങി പിന്നീട് കയറി വന്ന് ഈ ഓലക്കുട എടുക്കാൻ ശ്രമിച്ചപ്പോൾ അത് അനങ്ങിയില്ല എന്നാണ് പറയുന്നത്. നമ്മൾ പല കഥകളിലും കേൾക്കാറുണ്ട് ദേവിമാർ കുടയിലേറി വന്നു എന്നൊക്കെ. ഇവിടെ ദേവി മാത്രമല്ല, വൈരജാതനും വേട്ടക്കുരുമകനും ഊർപ്പഴശ്ശിയും ഒക്കെ ഈ ദേവിക്ക് തുണയായി ഈ കുടയിലേറി ഇവിടെ എത്തിയിട്ടുണ്ടായിരുന്നു.
അത്തരത്തിൽ ആ ഒരു സാന്നിധ്യം ഇദ്ദേഹത്തിന് മനസ്സിലാക്കാൻ സാധിക്കുകയും ചെയ്തു. കാരണം മഹാപണ്ഡിതനാണെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ ഇവിടെ വിരിയാവണ്ണം ദൈവങ്ങളെയൊക്കെയും കുടിയിരുത്തേണ്ടതുണ്ട് എന്ന് അദ്ദേഹം മനസ്സിലാക്കുകയും ആ ചടങ്ങുകളൊക്കെ തീർത്തതിന് ശേഷം മാത്രമാണ് ഓലക്കുടയും അതുപോലെ കുഞ്ഞിനെയും ഒക്കെ എടുത്ത് തൻ്റെ തറവാട്ടിലേക്ക് അദ്ദേഹത്തിന് മടങ്ങിപ്പോകാൻ കഴിഞ്ഞത്. ഈ കുഞ്ഞാണ് പിന്നീട് വളർന്ന് ആ കുഞ്ഞിൻ്റെ സന്തതി പരമ്പരകളാണ് ഇന്നും പലിയേരി തറവാടിനെ നിലനിർത്തി പോകുന്നത് എന്ന വിശ്വാസവുമുണ്ട്. ഈ ക്ഷേത്രം ആദ്യകാലത്തൊക്കെയും പലിയേരി തറവാട്ടുകാർ തന്നെയാണ് അതിൻ്റെ ഒരു നടത്തിപ്പൊക്കെ നടത്തി വന്നിരുന്നത്. എന്നാൽ കാലക്രമേണ ഏക്കർ കണക്കിന് വിസ്തൃതി ഉണ്ടായിരുന്ന തറവാട്ടിൻ്റെ ഭൂസ്വത്തുകളൊക്കെ കുറഞ്ഞു വരുന്ന ഒരു കാലമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ തറവാടിൻ്റെ ഒരു ക്ഷയം ഈ ക്ഷേത്രത്തിനെയും വല്ലാതെ ബാധിച്ചിരുന്നു. നിത്യപൂജയൊക്കെ നടന്നിരുന്ന ക്ഷേത്രത്തിൽ പിന്നെ വല്ലപ്പോഴുമൊക്കെ പൂജ ചെയ്യുന്ന ആ ഒരു സ്ഥിതിയിലേക്കൊക്കെ മാറിപ്പോവുകയും ചെയ്തു. അത് ഈ നാടിൻ്റെ തന്നെ ഒരു നാശത്തിന് കാരണമാകുന്നതായിരുന്നു. കാരണം പലിയേരി നാടിൻ്റെ കന്നിമൂലയിലാണ്, നമ്മൾ എപ്പോഴും പറയാറോ കന്നിമൂലയിൽ ആണ് ഏറ്റവും പുണ്യമായ കാര്യങ്ങൾ നടക്കേണ്ടതെന്ന് പറയാറുണ്ട്. അത്തരത്തിൽ കന്നിമൂലയിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഈ ക്ഷേത്രത്തിൻ്റെ അഭിവൃദ്ധി ഈ നാടിൻ്റെ അഭിവൃദ്ധിയാണ്. ക്ഷേത്രം ക്ഷയിച്ചു പോവുകയാണെങ്കിൽ നാടിന് തന്നെ അതിൻ്റെ ദുഷ്ഫലങ്ങളൊക്കെ കണ്ടുവരികയും ചെയ്യും. അത്തരത്തിൽ നാട്ടുകാരൊക്കെയും ഇതിൻ്റെ ഒരു വിഷമം മനസ്സിലാക്കുകയും ഒരു കുടുംബത്തിന് മാത്രമായി ഈ നടത്തിപ്പ് കൊണ്ടുപോകാൻ കഴിയുന്നില്ല എങ്കിൽ നമുക്ക് പലർക്കുമായി ക്ഷേത്രം നടത്തിപ്പ് ചെയ്യാമെന്ന് പറയുകയും ഒരു കൂട്ടം യുവാക്കൾ വരികയും ഒരു ക്ഷേത്ര സംരക്ഷണ സമിതി ഉണ്ടാവുകയും ഇന്നും ഈ ക്ഷേത്ര സംരക്ഷണ സമിതി വളരെ കാര്യമായി തന്നെ ക്ഷേത്രത്തിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്തു വരുന്നു. നവരാത്രി ദിവസങ്ങളിലൊക്കെയും 9 ദിവസങ്ങളിലും ഇവിടെ വിപുലമായ ചടങ്ങുകളോടെ കുട്ടികളുടെയൊക്കെ പരിപാടികളോടെയൊക്കെയും ഏറ്റവും മനോഹരമായി തന്നെ ഈ ക്ഷേത്രത്തിൻ്റെ നടത്തിപ്പ് മുന്നോട്ട് പോവുകയും ചെയ്യുന്നുണ്ട്. സൗവർണികയിൽ മുങ്ങി നിവരുന്ന അതേ പുണ്യം ലഭിക്കുന്ന തോട്ടിൻ കരയിലാണ് ഇപ്പോൾ ഞാൻ നിൽക്കുന്നത്. ഏറ്റവും സുന്ദരമായ കാഴ്ചയാണ് നമുക്കിവിടെ അനുഭവവേദ്യമാകുന്നത്. കാനനത്തിൻ്റെ എല്ലാ ഭംഗിയും ഇവിടെയുണ്ട്. ആ ഒരു തണുപ്പും സുഖശീതളിമയും ഒക്കെ അനുഭവിക്കാൻ കഴിയുന്നുണ്ട്. നേരത്തെ ശൂലാപ്പുകാവിൽ നമ്മൾ പോയ ഒരു എപ്പിസോഡ് ഉണ്ടായിരുന്നു. അന്ന് പറഞ്ഞതുപോലെ വളരെ വ്യത്യസ്തമായ ഒരു ആവാസ വ്യവസ്ഥ തന്നെയാണ് ഇവിടെയുള്ളത്. ഒട്ടേറെ ചിത്രശലഭങ്ങളും പക്ഷികളുമൊക്കെ അതുപോലെ വൃക്ഷലതാദികളൊക്കെയുള്ള ഏറ്റവും മനോഹരമായ ഒരു അന്തരീക്ഷം തന്നെയാണ് ഈ കാവിനകത്തുള്ളത്. ഈ ഒഴുകുന്ന തോട് കവ്വായി പുഴയിലാണ് ചെന്ന് ചേരുന്നത് എന്ന് പറയുന്നു. ശൂലാപ്പുകാവിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ നമ്മൾ അംബികാസുധൻ മാങ്ങാടിൻ്റെ 2 മത്സ്യങ്ങളുടെ കഥ പറഞ്ഞു. പൂവാലിക്ക് ഉപ്പുവെള്ളത്തിൽ മുട്ടയിടാൻ കഴിയില്ല, അതുകൊണ്ട് കവ്വായി കായലിൽ നിന്ന് ശുദ്ധജല തേടി ശൂലാപ്പുകാവിലേക്ക് പോകുന്ന ഒരു വഴിയുടെ ഒരു കഥയൊക്കെ നമ്മൾ പറഞ്ഞു. ആ ഒരു വഴി ഈ ഒരു തോട് വഴിയും കൂടിയാണ്. ഇത്തരത്തിൽ 2 മത്സ്യങ്ങളെ പോലെയുള്ള മത്സ്യങ്ങളൊക്കെ നെടുഞ്ചൂരി മീനുകളൊക്കെ പ്രജനനത്തിനായി പോകുന്ന ഒരു തോടാണിത്. ഇവിടെ കുളിക്കുവാനുള്ള സൗകര്യമുണ്ട്, പടവ് കെട്ടിയിട്ടുണ്ട്. ശബരിമലയ്ക്കൊക്കെ പോകുവാൻ വേണ്ടി സ്വാമിമാരൊക്കെയും ഇവിടെ വന്ന് കുളിച്ചു പോകാറൊക്കെയുണ്ട്. അത്തരത്തിൽ ഏറ്റവും സുഖം നൽകുന്ന അല്ലെങ്കിൽ ഒരു പ്രകൃതി ഭംഗി അങ്ങനെ തന്നെ അനുഭവവേദ്യമാകുന്ന ഒരു ആവാസ വ്യവസ്ഥ അങ്ങനെ തന്നെ കാത്തു സൂക്ഷിക്കുന്ന ഒരിടമായി ഈ കാവും ഈ തോടും ഒക്കെ നിലനിൽക്കുന്നുണ്ട്. നാട്ടുകാരുടെ ഒരു നേതൃത്വത്തിലൊക്കെയാണ് ഇപ്പോൾ ക്ഷേത്രത്തിൻ്റെ നടത്തിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞു. ഏറ്റവും പരിപാലിക്കാവുന്നതിൻ്റെ ഏറ്റവും നല്ല രീതിയിൽ തന്നെ ഈ കാവും അവർ പരിപാലിക്കുന്നുണ്ട് എന്നത് എടുത്തു പറയേണ്ട കാര്യമാണ്. പേരറിയാത്തത്ര മരങ്ങളും വൃക്ഷലതാദികളൊക്കെ തന്നെ ഇവിടെയുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞു. കൊല്ലൂരിൽ നിന്ന് എഴുത്തച്ഛൻ വരുമ്പോൾ ഒരു പിടി കാടിൻ്റെ വിത്തുകളും കൊണ്ടുവന്നിരുന്നു. അവ ഇവിടെ വിതറിയതിന് ശേഷമാണ് ഇത്തരത്തിലൊരു കാവ് ഇവിടെ ഉണ്ടായത് എന്നുള്ളൊരു വിശ്വാസവുമുണ്ട്. അതുവരെ നോക്കെത്താ ദൂരത്തോളം വയലുകൾ മാത്രമുണ്ടായിരുന്ന ഒരു പ്രദേശത്ത് ഇത്തരത്തിലൊരു
കാവ് വന്നത് അങ്ങനെയാണ് എന്നൊരു വിശ്വാസം കൂടി ഇതിനോട് ചേർത്ത് വായിക്കേണ്ടതുണ്ട്. പലിയേരി ഗ്രാമത്തിൻ്റെ സാംസ്കാരികമായിട്ടുള്ള ഔന്നത്യത്തിന് ഏറ്റവും പ്രാധാന്യം അറിയിക്കുന്ന ഒരു കാവാണ് പലിയേരി ശ്രീ മൂകാംബിക ക്ഷേത്രം. എന്തായാലും പലിയേരി പഴയ കാലത്ത് ഒരു കൃഷിസ്ഥലം, മുഴുവൻ കൃഷിസ്ഥലമായിരുന്നു. അവിടെയാണ് അത്ഭുതപ്പെടുത്തുന്ന രീതിയിൽ ഒരു 4 നൂറ്റാണ്ട് മുമ്പേ സംഭവിച്ചു എന്ന് പറയുന്ന ഈ വലിയ കാവും അനുബന്ധമായ കാര്യങ്ങളൊക്കെ ഇവിടെ സംജാതമായത് എന്നൊക്കെയാണ് പറയുന്നത്. എന്തായാലും പലിയേരി നാടിൻ്റെ ഭൂമിശാസ്ത്രപരമായിട്ടും അതുപോലെ മറ്റ് പാരിസ്ഥിതികമായിട്ടുള്ള പശ്ചാത്തലത്തിൽ ഏറ്റവും പ്രാധാന്യമർഹിക്കുന്ന ഒരു സങ്കേതമാണ് ഈ തടുപ്പക്കുളങ്ങര കാവ് എന്ന രീതിയിൽ പ്രസിദ്ധമായ പലിയേരി മൂകാംബിക കാവ്. 95-ൽ നാട്ടുകാർ ഏറ്റെടുക്കുന്ന സമയത്ത് തന്നെ തീരുമാനിച്ച ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കാവിന് അല്ലെങ്കിൽ ഈ മരങ്ങൾക്ക് യാതൊരു പ്രശ്നങ്ങളും സംഭവിക്കാതെ എങ്ങനെ ഇതിനെ സംരക്ഷിക്കാം എന്നുള്ളതാണ്. അത് അക്ഷരാർത്ഥത്തിൽ ഇപ്പോഴും പാലിച്ചു വരുന്ന ഒരു കാഴ്ചയാണ്. ഇവിടത്തേക്ക് വരുന്ന ഭക്തജനങ്ങൾക്കും അത്യധികം ഉത്സാഹമുണ്ടാകുന്നത്, വീണ്ടും വീണ്ടും വരാനുള്ള ഒരു ആവേശം ഉണ്ടാകുന്നത് ഇവിടുത്തെ ഒരു പ്രകൃതിയാണ്. ഈ പ്രകൃതി ഏറ്റവും പ്രധാനപ്പെട്ടതുമാണ്. അതുകൊണ്ട് തന്നെയാണ് ഇതിന് ഇത്രയും പ്രാധാന്യം ഉണ്ടാവുകയും ഏറെക്കുറെ കണ്ണൂർ, കാസർഗോഡ് ജില്ലയ്ക്കും അപ്പുറത്തേക്കുള്ള ആളുകൾ പോലും അറിഞ്ഞ് ഇവിടത്തേക്ക് ദിനംപ്രതി വന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയും ചെയ്യുന്നതെന്നാണ്. അതിനോടനുബന്ധിച്ചിട്ടുള്ള നവരാത്രി ഉത്സവങ്ങളും വളരെ ഗംഭീരമായി നടത്താൻ നമുക്ക് പറ്റുകയും ചെയ്യുന്നുണ്ട്. ഏറെക്കുറെ 10,000-നും മുകളിൽ ആളുകൾക്ക് അന്നദാനം നൽകിക്കൊണ്ടുള്ള ഒരു മഹത്തായ ഒരു പ്രവർത്തനം ഈ നാട്ടുകാരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുകയും ചെയ്യുന്നു. കാവിനകത്ത് 2 ക്ഷേത്രങ്ങളാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്.
പ്രധാന ക്ഷേത്രം ദേവിയുടേത് തന്നെയാണ്. മറ്റൊന്ന് ദേവിക്ക് അകമ്പടിയായി വന്ന ഊർപ്പഴശ്ശി, വൈരജാതൻ, വേട്ടക്കുരുമകൻ ദൈവങ്ങളുടെ ക്ഷേത്രമാണ്. തെയ്യാട്ടമാണ് ഇവിടെ നടക്കുന്നത്. തുലാം 11 എല്ലാ വർഷവും തുലാം 11 ഇവിടെ തെയ്യാട്ടം നടക്കും. അത് ഭക്തരുടെ ഒരു വഴിപാട് പോലെയാണ് ഇവിടെ ഈ ക്ഷേത്രത്തിൽ തെയ്യാട്ടം നടക്കുന്നത്. കുട്ടികളില്ലാതെ പോകുന്ന ദമ്പതിമാർ, കല്യാണം കഴിയാതെ പോകുന്നവരൊക്കെയാണ് ഇത്തരത്തിൽ പ്രാർത്ഥന നടത്തുന്നത്. രണ്ട് ക്ഷേത്രത്തിനു പുറമെ 2 നാഗസ്ഥാനങ്ങളാണ് കാവിനകത്തുള്ളത്. ധനുമാസത്തിലെ ആയില്യമാണ് ഇവിടെ ഏറ്റവും പ്രധാന ദിവസമായി കണക്കാക്കുന്നത്. ക്ഷേത്രത്തിലാണെങ്കിൽ എല്ലാ ദിവസവും നിത്യേന പൂജയുള്ള ക്ഷേത്രമാണ്. നവരാത്രി ഏറ്റവും വിപുലമായ പരിപാടികളോടെ കൊണ്ടാടുന്നുണ്ട്. പ്രതിഷ്ഠാ ദിനം ഏറ്റവും പ്രധാനപ്പെട്ട ദിവസമായി കണക്കാക്കുന്നു. തുലാം 11 ഇവിടെ തെയ്യാട്ടം നടക്കുന്നുണ്ട്. ഇത്തരത്തിലാണ് ഈ ക്ഷേത്രത്തിൻ്റെ പ്രധാന ചടങ്ങുകളും ദിവസങ്ങളുമൊക്കെ വരുന്നത്. എഴുത്തിനിരുത്താറുണ്ട്. നവരാത്രി ദിവസങ്ങളിലൊക്കെയും കുരുന്നുകളെ എഴുത്തിനിരുത്താറുണ്ട്. അങ്ങനെയൊക്കെയും ഏറ്റവും വിപുലമായ പരിപാടികളോടെയാണ് ഇവിടുത്തെ എല്ലാ ചടങ്ങുകളും നടന്നു പോകുന്നത്. നവരാത്രിയുടെ ഈ പുണ്യ ദിവസങ്ങളിൽ ഈ ക്ഷേത്രത്തെക്കുറിച്ച് അറിയുന്നതും ക്ഷേത്രത്തിൽ വന്ന് ദർശനം നടത്താൻ കഴിയുന്നതുമൊക്കെ വളരെ വലിയ പുണ്യമായി തന്നെയാണ് ഭക്തർ കണക്കാക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഇന്നത്തെ ഈ എപ്പിസോഡ് വളരെയധികം ഇഷ്ടമായി കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. മറ്റൊരു എപ്പിസോഡിൽ പുതിയൊരിടവും പുതിയ സ്ഥലങ്ങളും വിശേഷങ്ങളും ഒക്കെയായി വീണ്ടും കാണാം. അതുവരേക്കും ബൈ. വലുതും
വിശാലവുമാണ് എന്ന് കരുതി വില വലുതല്ല കേട്ടോ. സെലക്ഷന്റെ കാര്യമോ ഒന്നും പറയുകയേ വേണ്ട. എല്ലാ ബ്രാൻഡഡ് കമ്പനികളുടെയും ഉൽപ്പന്നങ്ങൾ കമ്പനി നൽകുന്ന എല്ലാ ആനുകൂല്യങ്ങളോടെയും വിശ്വസിച്ച് വാങ്ങാം. സ്കൂൾ കോളേജ് ബാഗുകൾക്ക് മാത്രമായി എക്സ്ക്ലൂസീവ് ഷോറൂം. വിൽപ്പനാനന്തര സേവനങ്ങളിൽ ഉത്തര മലബാറിൽ മറ്റൊരു ഓപ്ഷനും ഇല്ല. ഇതൊക്കെ എവിടെയെന്നല്ലേ? ബാഗ് ബസാറിൽ. അല്ല പിന്നെ, ഉത്തര മലബാറിലെ ഏറ്റവും വലിയ ബാഗ് ഷോറൂം. ഒപ്പം റെയിൻ കോട്ടുകൾ, കുടകൾ, വാട്ടർ ബോട്ടിലുകൾ, ടിഫിൻ ബോക്സുകൾ തുടങ്ങി എല്ലാം ബാഗ് ബസാറിലുണ്ട്. 30 വർഷത്തിന്റെ പ്രൗഢ പാരമ്പര്യവുമായി പയ്യന്നൂരിൽ ഞങ്ങൾ ഈ അധ്യയന വർഷത്തെ വരവേൽക്കാൻ ഒരുങ്ങിക്കഴിഞ്ഞു. ഇല്ലാത്ത ഓഫറുകളുടെ ഓൺലൈൻ കെണിയിൽ കുരുങ്ങേണ്ട. നേരെ വേഗം ബാഗ് ബസാറിലേക്ക് വന്നോളൂ. ഇഷ്ടമുള്ള ബ്രാൻഡുകൾ മിതമായ നിരക്കിൽ തിരഞ്ഞെടുത്തോളൂ. ബാഗ് ബസാർ നിയർ ഹോട്ടൽ ടോപ്പ് സ്റ്റാർ, ഓൾഡ് ബസ് സ്റ്റാൻഡ്, മെയിൻ റോഡ്, പയ്യന്നൂർ. മൊബൈൽ 9895111161 and 9072702082. ബാഗ് ബസാർ, ബാലാജി ടവർ ഓപ്പോസിറ്റ് ഗ്രാൻഡ് തേജസ്, ന്യൂ ബസ് സ്റ്റാൻഡ്, പയ്യന്നൂർ. 9946747570.